കൂക്കൂലെന്താ ആകട്ടെ ഹലോ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയാക്കൽ. അപ്പോൾ മക്കളെയൊക്കെ പറഞ്ഞയച്ച് നിജുകൂട്ടനെ കുളിപ്പിച്ച് അവന് പനിയായതുകൊണ്ട് കുറേ ദിവസം തലയൊക്കെ നനക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടായിനി. ഓനൊറ്റയ്ക്ക് നനക്കലുണ്ടായിനി, പക്ഷേ ഞാൻ വേഗം തോത്തി കൊടുക്കും, അല്ലാതെ എണ്ണയൊക്കെ ഇട്ട് നല്ലോണം കുളിപ്പിച്ചിട്ട് കുറേ ദിവസമായിട്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറും കൂട്ടാനുണ്ടാക്കാൻ റെഡിയാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ മിഞ്ഞാന്നത്തെ വീഡിയോയിൽ കണ്ടില്ല, 2 ദിവസം മുമ്പിട്ട വീഡിയോയിൽ കണ്ടില്ലേ, വെണ്ടയ്ക്കൊക്കെ പറിച്ചിട്ടുള്ള കുറച്ച്, പിന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടായിനി, അത് ഞാനും പറിച്ചു, ഇങ്ങേ ഭാഗത്തുണ്ടായിനി. അപ്പം അങ്ങനെ എന്താ പറയുക, ഇന്നിപ്പോൾ വെണ്ടക്കറി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പ് പറിച്ച് ഞാൻ അങ്ങനെ വെക്കലില്ല, ഞാനിങ്ങനെ ആവശ്യത്തിന് അപ്പം ഇങ്ങോട്ട് എടുക്കലാണ്. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പൊക്കെ എടുത്തു. ഇതാകത്ത് വന്നപ്പോത്തിന് എൻ്റെ ചെടിയൊക്കെ നല്ല ജോറാക്കിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയോടത്തേക്ക് വെക്ക്, കിട്ടിയോടത്തേക്ക് വെക്ക്. എന്തൊക്കെ ഇങ്ങനെ വെക്ക്. അപ്പം ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുള്ളൂ ഇനി, പിന്നെ നിഷൂട്ടനെ ഓന് വേറെ 2-3 സ്പ്രേ ബോട്ടിലൊക്കെ ഇങ്ങനെ ചെടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഫുൾ എടുത്തിട്ടില്ല, ഒരു 4-5 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തതാ നിജുട്ടനെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ കയ്യിൽ 2 വെണ്ടക്ക കൊടുത്തിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാം കേട്ടോ. അപ്പോൾ ഇക്ക വന്നു. അപ്പോൾ ഇക്ക വന്നപ്പം മീൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇനി മീൻ പൊരിക്കുക, ഇനിയിപ്പോൾ വെള്ളം വറ്റിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് മീന് കാണേ അപ്പോൾ 2-3 ദിവസമായിട്ട് കത്തി കാണാതായിട്ട്. അപ്പോൾ ഇതാ അരിവാ കത്തി വെച്ചിട്ടാണ് ആക്കുന്നത്. കാരണം 2 കത്തി ആദ്യം ഉണ്ടായിരുന്നു, അതിൽ ഒന്ന് കാണാതായപ്പോൾ പുതിയതൊന്ന് കൊണ്ടുവന്നു. ഇപ്പോൾ പുതിയത് കൊണ്ടുവന്നതും കാണാനില്ല, മറ്റേ കത്തിയും കാണാനില്ല. പിന്നെ അപ്പോൾ ഞാൻ അരിവാ കത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ തല വേറെടുക്കുന്ന പറഞ്ഞേ. അപ്പോൾ ഞാൻ മീനൊക്കെ നല്ലോണം കേക്കിതാ മസാല പറ്റി വെക്കാണ്. വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് ഇതാക്കി. പിന്നെ അതൊക്കെ വന്നപ്പോൾ 2 കവറുണ്ടീനല്ലോ കയ്യിൽ, ഒന്ന് കോഴിക്കൊക്കെയുള്ള എന്താ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ കുറച്ച് തീറ്റ കൊടുക്കട്ടെ. ഓരോ തീറ്റക്ക് വെള്ളം കൊടുക്കണോ? വെള്ളം ചവിട്ടി മറിച്ചിടണേ, നന്നായിട്ട് കളയാണ്. ഒരു കുഞ്ഞിക്കമ്പി എടുത്ത് കെട്ടിക്കാണ്ടേ ഒരു മൂടി കെട്ടിച്ചാ പോരെ? അത് മതി. നിങ്ങളാക്കി തരുമോ? ഞാൻ പോക ഇതിനെത്താ. ഇജുവിന് കഞ്ഞി കൊടുത്ത് കഞ്ഞി കുടിച്ച് മടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അപ്പു വേണം പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ രാവിലത്തെ ദോശൻ്റെ മാവ് ഇരിപ്പുണ്ടായിനി. അപ്പോൾ അതൊന്നിങ്ങനെ അപ്പാക്കി ഒന്ന് ചുട്ടെടുത്തു. എന്നിട്ട് ഓനെ ഉറക്കിയിട്ട് വേണഞ്ഞപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെണ്ട മുളകിട്ട് മീനൊക്കെ പൊരിച്ച് അതൊന്നും പിന്നെ വീഡിയോ ഇട്ടില്ല. നീച്ചു നല്ല കരച്ചിലേനി. പിന്നെ ഞാൻ കുറച്ച് പാലൊക്കെ തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ചായ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. നിഷുമോള് വരുമ്പോഴത്തേനും ഓൾക്ക് വേഗം ചായ ആയിക്കോട്ടെ വെച്ചിട്ട് നിഷുവിന് പിന്നെ കട്ടൻ ചായയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ കേക്ക് പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചതുണ്ടായിനി, അത് ഞാൻ
ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഏലക്കായൻ്റെ ഫ്ലേവർ നല്ല ഇതാണല്ലോ. അപ്പോൾ ഇതാ കേക്ക് ഉണ്ടാക്കുന്നത് ഫുൾ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇടാൻ വിചാരിച്ചിട്ടില്ല ഇനി. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ റെഡിയായി കേക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇഷുമോള് വന്നേ. അപ്പം ഇനി എല്ലാവരും കൂടി ഞാനും മോളും ഉമ്മയ്ക്കൊക്കെ ഒരുമിച്ച് ഇരുന്ന് ചായ കുടിക്കാൻ വിചാരിച്ച്. അപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നോടത്ത് ഇട്ട് പോയതേനി കേട്ടോ. അപ്പോൾ നമ്മളെ കളഞ്ഞു പോയ കത്തിയൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാഴക്കൊല ഇതാക്കി വെച്ച ചാക്കിൻ്റെ ഉള്ളിലേനി. അമൃതം പൊടി കൊണ്ടുള്ള കേക്കാണ്. പിന്നെ നമ്മളെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. പിന്നെ ഇപ്പം എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ. അമൃതം പൊടിയെ തോന്നണേ ഇല്ലേനി. പിന്നെ ഞാൻ ചായയൊക്കെ ഇഷ്ടവിന് കൊടുത്ത് ഞാനും ഒരു കഷ്ണം കേക്കൊക്കെ ഉണ്ട് ചായ കുടിച്ച്. പിന്നെ ഇക്ക വന്നപ്പോൾ ഇക്ക ചായയൊക്കെ കുടിച്ചു. ഇതൊക്കെ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കണ്ട. അങ്ങനെ പുറത്തൊക്കെ നമ്മൾ വിടലില്ല. അപ്പോൾ വിട്ടപ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക അങ്ങനെ കുട്ടികളെയും കൊണ്ട് വണ്ടിയിലൊന്ന് റൗണ്ട് അടിച്ച് പോയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഉമ്മിപ്പൊടി ഇനിയിപ്പോൾ കോഴിക്കോടിൻ്റെ ഉള്ളിലൊന്ന് ഇട്ട് കൊടുക്കട്ടെ വിചാരിച്ച് അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.